ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിൻ്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. പരിശുദ്ധ തൃത്വ ഏകദൈവത്തിന് സ്തുതി. പ്രത്യാശയുടെ പ്രതീകമായ ഒരു വൃദ്ധനായ മനുഷ്യൻ ശിമയോൻ. ആ വൃദ്ധനായ മനുഷ്യൻ അത്യാഹ്ലാദത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ പുകഴ്ത്തുന്ന ഒരു തിരുവചനം. പരിശുദ്ധാത്മാവിനാൽ ആ വയോധികന് ലഭിച്ച പ്രത്യാശയുടെ വെളിപാട്, കർത്താവിൻ്റെ അഭിഷിക്തനായ ശിശുവിനെ കാണുന്നതുവരെ താൻ മരിക്കുകയില്ല എന്ന ആ വലിയ പ്രത്യാശ. വാർദ്ധക്യത്തിലായിരിക്കുന്ന ഏവർക്കും ശിമയോൻ്റെ പ്രത്യാശാ ജീവിതം ഒരു അനുഭവമാക്കുവാൻ സാധിക്കണം. പരിശുദ്ധ ആലയത്തിൽ തൻ്റെ വാർദ്ധക്യത്തെ അവഗണിച്ച് പ്രത്യാശയോടെ ദൈവവുമായുള്ള ആ കൂടിക്കാഴ്ചയ്ക്കായി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ആ വാർദ്ധക്യം നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെയുള്ള ഒരു വാർദ്ധക്യ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഉണ്ണിയേശുവിനെ കയ്യിലെടുത്ത് ആ വൃദ്ധനായ മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ നിമിഷങ്ങളിൽ സന്തോഷത്തോടെ ദൈവത്തെ പാടിപ്പുകഴ്ത്തുന്ന ആ നിമിഷങ്ങൾ നമ്മളിൽ ഓരോരുത്തർക്കും നമ്മുടെ പ്രയാസങ്ങളിലും നമ്മുടെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളിലും ജീവിത സായാഹ്നത്തിൻ്റെ അസ്വസ്ഥതകളിലും ക്രിസ്തുവിലുള്ള പ്രത്യാശയർപ്പിച്ച് അവൻ്റെ വിശുദ്ധ ആലയത്തിൽ വന്ന് അവനെ കാണുവാനും അവനെ കേൾക്കുവാനും അവന് പാടിപ്പുകഴ്ത്തുവാനും വിശുദ്ധ ബലികളിൽ അവനെ അധരങ്ങളിൽ സ്വീകരിച്ച് ജീവനുള്ള ശരീരമാകുന്ന അപ്പവും രക്തമാകുന്ന കാസായും സ്വീകരിക്കുന്നതിലൂടെ ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ നിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്നും വിട്ടയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാം ഓരോരുത്തർക്കും അവനിലുള്ള പ്രത്യാശയിൽ അടുത്ത വിശുദ്ധ ആലയത്തിലേക്കുള്ള യാത്ര വരെ നമുക്ക് കാത്തിരിക്കാം. ശിമയോന് കൊടുത്ത ആ സ്ഥാനം, നീതിമാനും ഭക്തനും എന്ന ആ സ്ഥാനം, ദൈവമേ, നിന്നിലുള്ള പ്രത്യാശയിൽ ജീവിക്കുന്ന വാർദ്ധക്യത്തിലേക്ക് കടന്നു വരുന്ന ഞങ്ങളെ ഓരോരുത്തരെയും നീ നിൻ്റെ നിയമങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന, നിന്നെ പ്രീതിപ്പെടുത്തുന്ന ഒരു ആത്മീയ നിഷ്ഠയും താല്പര്യവും മരണം വരെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായി ഞങ്ങളെ ഓരോരുത്തരെയും ദൈവമേ നീ മാറ്റണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.